നമസ്കാരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിജയകരമായി അങ്ങനെ റൺവേയിൽ ലാൻഡ് ചെയ്തു. യുഎസിന്റെ സ്പേസ് ഷട്ടിലിന് സമാനമായ എന്നാൽ SUV-യുടെ അത്രയും വലിപ്പമുള്ള റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ് ISRO വികസിപ്പിച്ച പുഷ്പക്. പുഷ്പകിന്റെ രണ്ടാമത്തെ ലാൻഡിംഗ് പരീക്ഷണമാണ് നടന്നത്. ആദ്യ പരീക്ഷണം കഴിഞ്ഞ വർഷമാണ് നടത്തിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററിൽ 4.5 കിലോമീറ്റർ ഉയരത്തിൽ എത്തിക്കുകയും വേർപെടുത്തുകയും ചെയ്ത പുഷ്പക് റൺവേയിൽ നിന്ന് 4 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് പുഷ്പക് സ്വയം നിയന്ത്രണം ഏറ്റെടുക്കുകയും ബ്രേക്ക് പാരച്യൂട്ടും ലാൻഡിംഗ് ഗിയർ ബ്രേക്കുകളും നോസ് വീൽ സ്റ്റിയറിംഗ് സംവിധാനവും ഉപയോഗിച്ച് കൃത്യമായി റൺവേയിൽ ഇറങ്ങുകയും ചെയ്തു. കർണാടകയിലെ ചിത്രദുർഗയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ISROയുടെ ശ്രമങ്ങളുടെ വലിയ മുന്നേറ്റമാണിത്. ഗതിനിർണയ സംവിധാനങ്ങൾ, നിയന്ത്രണ സംവിധാനങ്ങൾ, ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളുടെ കാര്യക്ഷമത വീണ്ടും ഈ പരീക്ഷണ ദൗത്യത്തിലൂടെ ISRO പരിശോധിച്ചു. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രവും ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററും ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റും ചേർന്നാണ് ഈ പരീക്ഷണ ദൗത്യം സംഘടിപ്പിച്ചത്. വ്യോമസേനയുൾപ്പെടെ വിവിധ ഏജൻസികളും ദൗത്യത്തിന് പിന്തുണ നൽകി. ദൗത്യത്തിന് നേതൃത്വം നൽകിയ സംഘത്തെ ISRO മേധാവി S. സോമനാഥ് അഭിനന്ദിച്ചു. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.